നമസ്തേ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ VC വിരുദ്ധ അധിക്ഷേപ സമരം വൻ വിവാദത്തിലായിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെയാണ് വനിതാ വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസിനെ അധിക്ഷേപിച്ചുകൊണ്ട് SFIക്കാർ ശവസംസ്കാര സമരം നടത്തിയത്. ഇത് സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന VCക്ക് നേരെ നടത്തിയ ഹീനമായ സമരാഭാസം അവർക്ക് കടുത്ത മനോവേദനയും മാനസിക ആഘാതവുമാണ് സൃഷ്ടിച്ചതെന്ന് കമ്മിറ്റി അംഗങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് പകരം വ്യക്തിഹത്യയും അധ്യാപകരെ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കുന്നതുമായ സമീപനമാണ് SFI തുടരുന്നത് എന്നും അവർ പറഞ്ഞു. 2016 പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരം ഒരുക്കിയും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോ കോളേജ് വനിതാ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചുകൊണ്ട് അധിക്ഷേപിച്ചതുമെല്ലാം ഇതിന് തെളിവാണ്. ഇത്തരം അധിക്ഷേപ സമരമാർഗങ്ങളെ തള്ളിപ്പറയാൻ CPM നേതൃത്വം തയ്യാറാകാത്തതാണ് ഇവ ആവർത്തിക്കാൻ കാരണം. വൈസ് ചാൻസലർക്ക് കടുത്ത മനോവേദനയുണ്ടാക്കിയ സംഭവത്തിൽ ഉത്തരവാദികളായ SFIക്കാർക്കെതിരെയും കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ SFI വനിതാ വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയത് മതാചാര പ്രകാരം ആണെന്നാണ് റിപ്പോർട്ടുള്ളത്. അതായത് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മതപരമായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഓർത്തഡോക്സ് വിഭാഗം മരണവീട്ടിൽ പാടുന്ന അതേ രീതിയിലുള്ള പാട്ടുകളാണ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇവർ വെച്ചിരുന്നത്. മതാചാര പ്രകാരം തന്നെയാണ് ഇവർ VCയുടെ സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് കാറിൽ കയറുവാൻ തുടങ്ങിയ സിസ തോമസിനെ പുറകിൽ നിന്ന് SFIക്കാർ അടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും മാന്തുകയും ചെയ്തുവെന്നാണ് ഇവർ പറഞ്ഞത്. വടികൊണ്ടുള്ള അടിയിൽ VCയുടെ ഓഫീസിലെ 2 വനിതാ ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു. സർവകലാശാലയിൽ അരങ്ങേറിയ അക്രമത്തിലും ആഭാസ സമരത്തിലും പുറത്തുനിന്നുള്ള നിരവധി SFIക്കാർ പങ്കെടുത്തിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതുപോലെ തന്നെ ഈ പോലീസുകാരും ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അക്രമം നടത്തി പരിശീലനം കിട്ടിയവരാണ് ഇവരെന്നാണ് VC വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സിലബസിൽ സർവകലാശാലയിൽ ആരംഭിച്ച ഇന്റഗ്രേറ്റഡ് BA B.Ed കോഴ്സിൽ ചേർന്ന കുട്ടികൾക്കായി നടത്തിയ പരിപാടി ഇവർ അലങ്കോലപ്പെടുത്തുകയും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇപ്പോൾ നിരവധി കുട്ടികളാണ് ആ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് TC വാങ്ങി പോയിരിക്കുന്നത്. ദേശീയ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി 90%-ലധികം മാർക്ക് ലഭിച്ചെത്തിയ കുട്ടികൾക്കായിരുന്നു ഈ ദുര്യോഗമുണ്ടായത്. എന്തായാലും അടുത്ത ദിവസവും കുട്ടികൾ TC വാങ്ങി പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർവകലാശാലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള SFI നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. SFI അറിയാലോ, അവരുടെ ആ ഒരു സംസ്കാരവും അവരുടെ സംസാരവും എല്ലാം. SFI VCയെ ആക്രമിക്കുകയും ശവസംസ്കാരം നടത്തിയതും ഒക്കെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. എന്നാൽ ഇതുവരെ SFIക്കാരായ ചിലരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അക്രമം നടക്കുമ്പോൾ പോലീസ് തികച്ചും നിഷ്ക്രിയമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ടും ഇക്കാര്യത്തിൽ മന്ത്രി തണുത്ത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല, അദ്ദേഹം ഒരു പ്രതികരണവും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെ വിമർശിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അക്രമികൾക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതേസമയം പൊതുസമൂഹത്തിൽ SFI നാണം കെട്ടതോടെ ശവസംസ്കാരമല്ല നടത്തിയതെന്ന ന്യായീകരണവുമായി ഇവർ രംഗത്ത് വന്നിരുന്നു. അറിയാലോ, ഇവരെന്ത് ചെയ്താലും അവസാനം അതിനൊരു ന്യായീകരണം ക്യാപ്സൂളുമായിട്ട് ഇവർ ഇറങ്ങി വരും. എന്നിട്ട് പക്ഷെ എന്താ കാര്യം, ഇത് അവരെ കൂടുതൽ അപഹാസ്യരാക്കിയാണ് ചെയ്തിരിക്കുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വനിതാ വൈസ് ചാൻസലറുടെ പ്രതീകാത്മക സംസ്കാരം നടത്തിയ SFIക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അവർ ആ പ്രതീകാത്മക സംസ്കാരം നടത്തിയല്ലോ, അത് SFIക്കാർ ലക്ഷ്യമിട്ടത് ഡോക്ടർ സിസ തോമസിനെ വധിക്കാനെന്നും സൂചനകളുണ്ട്. VCയെ ആക്രമിച്ചതും ഈ ലക്ഷ്യത്തോടെയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. സിൻഡിക്കേറ്റ് യോഗം നടന്ന വ്യാഴാഴ്ചയാണ് ഈ അക്രമങ്ങളൊക്കെ അരങ്ങേറിയത്. SFIയുടെ പ്രതിഷേധം രാത്രിയിലും തുടർന്ന സാഹചര്യത്തിലാണ് VC ഡോക്ടർ സിസ തോമസ് പോലീസ് സഹായത്തോടെ വീട്ടിലേക്ക് പോകാൻ പുറത്തേക്കിറങ്ങിയത്. ഈ സമയത്ത് SFIക്കാർ സിസ തോമസിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു, ചവിട്ടി, അതുപോലെ തന്നെ കൈ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ VCയുടെ കാർ തകർക്കാൻ ശ്രമിച്ചു. കാറിൽ ഇടിച്ച് ഡ്രൈവറുടെ ഇരുവശത്തെ ചില്ലുകൾ പൊട്ടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വൈസ് ചാൻസലറും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും ബന്ധപ്പെട്ടതോടെയാണ് പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിൽ
കൂടുതൽ പോലീസ് അവിടേക്ക് എത്തിയത്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ഈ അക്രമങ്ങളൊക്കെ അരങ്ങേറിയത്. സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ മുതൽ ഇവർ പുറത്ത് ശവമഞ്ചം ഒരുക്കി പ്രതീകാത്മക സംസ്കാരം നടത്തുകയായിരുന്നു. മരിച്ചു കിടക്കുന്ന VCയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആഭാസങ്ങളും അരങ്ങിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനൊന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് അലമുറയിട്ട് കരയുകയാണ്. എന്തായാലും സിൻഡിക്കേറ്റ് യോഗം തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തറഞ്ഞ് പോകാനായി പുറത്തിറങ്ങിയ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണനെ അരമണിക്കൂറോളം ഇവർ തടഞ്ഞു വെച്ചിരുന്നു. പിന്നീട് പോലീസ് അവിടെ എത്തി ഇടപെട്ടാണ് അദ്ദേഹത്തെ പുറത്തുവിട്ടത്. SFIക്കാരുടെ അക്രമത്തിൽ അങ്ങനെ പോലൊരു മനസാക്ഷി ഇല്ലാത്തമാരാണ് ഈ SFIക്കാരന്മാർ, കമ്മിക്കുഞ്ഞുങ്ങൾ എന്താ പറയാ. അതുപോലെ തന്നെ ഈ SFIക്കാരുടെ അക്രമത്തിൽ VCയുടെ ഓഫീസിലെ 2 വനിതാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. SFI അക്രമത്തിനെതിരെ പോലീസ് പരാതി നൽകുമെന്ന് സർവകലാശാല അറിയിച്ചിരുന്നു. പരാതി നൽകിയിട്ടുമുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ SFIക്കാർ എന്ന് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവർ. 2016 മാർച്ച് 31 പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ TN സരസു വിരമിച്ച ദിവസം അവരെന്താണ് ചെയ്തതെന്നറിയാമോ? കോളേജ് അങ്കണത്തിൽ SFI പ്രവർത്തകർ പ്രതീകാത്മകമായി കുഴിമാടം നിർമ്മിച്ച് റീത്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ 2017 മാർച്ച് 20 എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര SFI കത്തിച്ചിരുന്നു. സംസ്ഥാനത്ത് UDF ഭരണം വന്നിട്ടും പോലീസ് ഇവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഏവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സിസ തോമസിന് നേരെ നടന്ന വധശ്രമത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കാലടി സംസ്കൃത സർവകലാശാലയിലെ SFI സമരാഭാസത്തിന് ലോക് ഭവൻ നിർദ്ദേശത്തിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് ഇന്ന്. കാലടി സംസ്കൃത സർവകലാശാലയിലെ ശവസംസ്കാര പ്രതിഷേധത്തിലും അതിക്രമത്തിലും VC ഡോക്ടർ സിസ തോമസിന്റെ പരാതിയിലാണ് കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് ലോക് ഭവൻ അറിയിച്ചു. അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPയെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ കൂടുതൽ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ലോക് ഭവൻ നിർദ്ദേശത്തിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിനും നടപടിക്കും ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സിസ തോമസിന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് കാലടി അവിടുന്ന് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കാട്ടിയാണ് സിസ തോമസ് പരാതി നൽകിയത്. സംസ്കൃത സർവകലാശാല VCയുടെ ചുമതല വഹിക്കുന്ന സാങ്കേതിക സർവകലാശാല VC കൂടിയായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ആണ്. അവർ ഗവർണറെ സന്ദർശിച്ച ശേഷമാണ് പരാതി നൽകിയത്. അതുപോലെ തന്നെ തനിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും നേരെ ആക്രമണം നടക്കുമ്പോൾ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും തങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ പോലീസ് സ്വീകരിച്ചില്ല എന്നും VC ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക് ഭവന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പുറത്തുനിന്നെത്തിയവരും ഈ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, DGP, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്കാണ് ഡോക്ടർ സിസ തോമസ് പരാതി നൽകിയത്. VC പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഔദ്യോഗിക വാഹനം നശിപ്പിച്ചതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യോഗം നടക്കുന്നതിനിടെ SFI പ്രവർത്തകർ VCയുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയത് വിവാദമായിരിക്കുമ്പോഴാണ് VCയുടെ ഒരു പ്രതികരണം വന്നത്. ഓടിയെടുത്ത സമരക്കാരിൽ ചിലർ VCയുടെ മുടിക്കുത്തിന് പിടിച്ചു വലിക്കുകയും മാന്തുകയും ചെയ്തുവെന്ന് VC പറഞ്ഞിരുന്നു. ദേഹത്ത് പോറലും മുറിവും ഉണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ജോലി തിരക്ക് കഴിഞ്ഞ് ഏറെ വൈകിയതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് നിന്നില്ല. 2019 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർവകലാശാല നൽകിയിട്ടില്ല. സമരക്കാർക്ക് ഇത്രയും നാൾ പരാതി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് സിസ തോമസ് ചോദിച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ പറഞ്ഞിരുന്നു. സർവകലാശാല ഗേറ്റിന് താഴെയായിട്ടാണ് VCയുടെ പ്രതീകാത്മക സംസ്കാര ചടങ്ങുകൾ ഇവർ SFI അടിമ കുഞ്ഞുങ്ങൾ നടത്തിയത്. പോലീസ് സംരക്ഷണം മറികടന്ന് പ്രവർത്തകർ VCയുടെ അടുത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു. ഗസ്റ്റ് അധ്യാപിക നിയമനം പൂർത്തിയാക്കുക, കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 25 ദിവസമായി SFI സമരം നടത്തിവരികയായിരുന്നു. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ സിസ തോമസിന് നേരെ നടന്ന അതിക്രമങ്ങളിൽ കർശന നടപടിയുമായിട്ട് ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ്. അക്രമ സംഭവങ്ങളിൽ VCക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ, DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ മുൻകരുതലുകൾ ഒരുക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ലോക് ഭവനിൽ നടന്ന അറ്റ് ഹോം പരിപാടിക്കിടെ ഗവർണർ VCയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയുമായിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന ശാരീരിക കയ്യേറ്റവും ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സവും സംബന്ധിച്ച് VC ഗവർണറോട് വിശദീകരിച്ചു. വിഷയത്തിൽ രേഖാമൂലം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ
ആവശ്യപ്പെട്ട ഗവർണർ തുടർ നടപടികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ആഭ്യന്തര വകുപ്പ് എന്നിവർക്ക് VC ഔദ്യോഗികമായി പരാതിയും കൈമാറിയിരുന്നു. DGP ഇതുവരെയുള്ള പോലീസ് നടപടികൾ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ഓഗസ്റ്റ് 13 കാലടി സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം എന്ന് പറഞ്ഞാൽ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങ് പോലെ ഒരു പ്രതിഷേധം നടത്തിയത്. യോഗ സ്ഥലത്തേക്ക് ശവമഞ്ചവുമായി എത്തിയ സംഘം VCയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തടഞ്ഞു വെക്കുകയും മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തു. കൂടാതെ VCയുടെ ഔദ്യോഗിക വാഹനം തകർക്കുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മെവിൻ, യദുകൃഷ്ണൻ, ബേസിൽ, വിജീഷ് എന്നീ 4 വിദ്യാർത്ഥി നേതാക്കളെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം കൊടിയിൽ മാത്രം. അതാണ് SFI. സിദ്ധാർത്ഥനെ പോലെ നിരവധി പേരെ പീഡിപ്പിച്ചു കൊന്ന SFI, പ്രിൻസിപ്പാളിനും VCക്കും ശവമഞ്ചവും കുഴിമാടവും ഒക്കെ ഒരുക്കിയ മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേരയും കത്തിച്ച SFI, സഖാത്തിക്ക് അച്ഛനില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്ന നേതാവുള്ള SFI. ആഹാ, ഇനി കമ്മിക്കുഞ്ഞുങ്ങളുടെ നിലവാരം ഇതിൽ കൂടുതൽ പറയണ്ടല്ലോ. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അലമുറയിട്ടാണ് കാലടി സംസ്കൃത സർവകലാശാല VCയുടെ പ്രതീകാത്മക സംസ്കാരവുമായിട്ട് SFIക്കാർ അവിടെ പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരം വെച്ചിട്ട് ലോക്ഭവന്റെ ഗവർണറുടെ നടപടിയിൽ ഈ പ്രതിഷേധം നടത്തിയവരൊക്കെ എല്ലാവരും അകത്താകും, അഴിക്കുള്ളിലാകും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനി അഴിക്കുള്ളിലാകുമ്പോഴും ഇതുപോലെ എൻ്റെ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാം. അപ്പോൾ എന്തായാലും SFIയുടെ ഈ പ്രതിഷേധ സമരത്തിനെതിരെ ധാരാളം പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ABPയിലായാലും യുവമോർച്ചയിലായാലും BJPയിലുള്ള ആളുകളായാലും എല്ലാവരും നേതാക്കന്മാരൊക്കെ ഈ ഒരു സമരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ SFI ചെയ്തിട്ടുള്ള ഈ ഒരു സമരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് VC സിസ തോമസിനെതിരെ ഇങ്ങനൊരു സമരം നടത്തിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായാലും ആ ഒരു അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും നിങ്ങൾ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.